ഓഫീസ് ആലുവ മെട്രോയ്ക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്നുവെന്നതിനൊപ്പം കൂടുതൽ പേരെ വിമാനയാത്രയിലേക്ക് ആകർഷിക്കുവാനും എയർ കേരളയ്ക്ക് കഴിയുമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എയർ കേരളയുടെ ഓഫീസ് നാടമുറിച്ചു, അതിന്റെ അനാച്ഛാദനം നിർവഹിച്ചു, ഉദ്ഘാടനം ചെയ്ത കാര്യം ആദ്യം തന്നെ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. കൊച്ചിയിലെ പോലീസിന്റെ നാഷണൽ ബാഡ്മിന്റൺ TT ക്ലസ്റ്ററിന്റെ സമാപനമായിരുന്നു. ഒരു 1.5 മണിക്കൂറെടുത്തു അവരുടെ മാർച്ച് പാസ്റ്റും മറ്റ് ചടങ്ങുകളൊക്കെ കഴിയാൻ. അതാണ് വൈകിയത് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇവരുടെ ഓഫീസ് ആദ്യത്തെ ലോഞ്ചിങ്ങിലും ഞങ്ങളെല്ലാവരും പങ്കെടുക്കുകയുണ്ടായി. സിയാൽ ഒരു പുതിയ സങ്കല്പമായിരുന്നു. PPP എയർപോർട്ട് രംഗത്ത് ഗവൺമെന്റും പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും ചേർന്നുള്ള ഒരു സംരംഭം. മുഖ്യമന്ത്രി ചെയർമാൻ, ഗവൺമെന്റ് ഡയറക്ടർമാർ, MD-യെയും ഗവൺമെന്റ് നിശ്ചയിക്കുന്നു. എന്നാൽ കൂടുതൽ ഷെയർ പ്രൈവറ്റ് ഷെയർസാണ്. അതിപ്പോൾ രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു മാതൃകയായി മാറി. എയർ കേരള പക്ഷെ 100% പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. ഗവൺമെന്റിന് ഇക്വിറ്റി ഒന്നുമില്ല, പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സംവിധാനമായിട്ടാണ് എയർ കേരള വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംവിധാനം ഏറെക്കാലമായി നാട് ചർച്ച ചെയ്യുന്ന രൂപത്തിലുള്ളത് ആരംഭിക്കാൻ മുൻകൈയെടുത്ത എല്ലാവരെയും, അതിൻ്റെ ചെയർമാൻ, MD, വൈസ് ചെയർമാൻ, മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജൂണിൽ പറക്കാൻ തുടങ്ങുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ജൂണിൽ തന്നെ പറക്കാൻ തുടങ്ങാൻ കഴിയട്ടെ. കുറേ കൂടി വലിയ ഓഫീസിലേക്ക് മാറുന്ന കാര്യവും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതും പ്രധാനമാണ്. ഇതാരാ ഉദ്ഘാടനം ചെയ്തെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാൻ കഴിയണം. അതാണ് നാടിൻ്റെ പൊതുവായ ആവശ്യം. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഓരോ സീസണിലും വരുന്ന ചാർജിൻ്റെ വർധനവ് അവരെല്ലാം തന്നെ പലപ്പോഴും യാത്രയൊക്കെ നീട്ടിവയ്ക്കാൻ തന്നെ നിർബന്ധിതമാക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ മാനദണ്ഡങ്ങളനുസരിച്ച് തുടക്കത്തിൽ ഇന്റർനാഷണലിലേക്ക് പോകാൻ കഴിയില്ല. അതിൻ്റെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നല്ല തുടക്കമാകട്ടെ. നിശ്ചിതമായ സമയക്രമത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രൊഫഷണലായ ഒരു മാനേജ്മെന്റ് ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ MP-മാരായ ഹൈബി ഈഡൻ, ബെന്നി ബെഹന്നാൻ, MLA-മാരായ റോജി M. ജോൺ, അൻവർ സാദത്ത്, സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, വൈസ് ചെയർമാൻ സൈജി ജോളി, എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ്, വൈസ് ചെയർമാൻ അയൂബ് കല്ലട, CEO ഹരീഷ് കുട്ടി, റിയാസ് കിൽട്ടൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള മലയാളികൾ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, കേരളത്തിൽ താമസിക്കുന്ന ബിസിനസ്സിലും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികളും ആഗ്രഹിക്കുകയാണ് ഈ ഫ്ലൈറ്റ് സർവീസ്. ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്താലും മന്ത്രിമാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ചില ഫ്ലൈറ്റുകൾ മോണോപ്പൊളിയായിട്ട് പോകുമ്പോൾ യാത്ര ചെയ്യാൻ സാമ്പത്തിക ചെലവ് കൂടിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സർവീസ് ആരംഭിക്കുമ്പോൾ അത് ഗൾഫ് മേഖലയിലുള്ളവർക്ക് ഗുണകരമാവും, നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഗുണകരമാവും. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ബിസിനസ് പരം ഒത്തിരി തൊഴിലവസരങ്ങൾ. എന്തായാലും ബഹുമാന ശ്രീ ആഫി അഹമ്മദും അതുപോലെ തന്നെ അയ്യൂബ് കൈവ് രണ്ടുപേരും കൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇനിഷ്യേറ്റീവിനെ ഞാൻ ഈ തരത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ആലുവയിൽ തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസ്, പിന്നെ സ്റ്റേഷൻ നമുക്ക് നെടുമ്പാശ്ശേരിയാണ്. അതൊക്കെ വളരെ സന്തോഷം. അതിനൊക്കെ ഞങ്ങളൊക്കെ ബ്ലാങ്ക് ചെക്കാണ്, എല്ലാ സപ്പോർട്ടുമാണ്. അത് ഏത് സംരംഭങ്ങൾ വന്നാലും ആ സംരംഭങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്നാണ് ഗവൺമെൻറ് ആയാലും ജനപ്രതിയായാലും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും ആ സപ്പോർട്ടുണ്ട്. ശ്രീ ഹരീഷ് ഭായിയാണ് ഇതിൻ്റെ CEO. ഞങ്ങളുടെ സുഹൃത്താണ് ഷാമോനാണ് ഇവരെ ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് എല്ലാ സപ്പോർട്ടും. ഇനി നമുക്ക് നല്ലൊരു സ്വപ്നം കണ്ട് എയർ കേരളയുമായി മുന്നോട്ട് പോകാം.
കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സംരംഭത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായും അത് കൂടുതൽ സൗകര്യങ്ങൾ സാധാരണ ഇവരുടെ പ്രഖ്യാപനം പോലെ ആളുകളിലേക്ക് വലിയ നിരക്കില്ലാതെ ആളുകളെ ചൂഷണം ചെയ്യാതെ എത്തിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനം നടപ്പിലാകട്ടെ എന്നാണ്. എയർ കേരള ജൂൺ 2ാം വാരം മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന വിമാനം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരിക്കും പറക്കുക. ഏതൊക്കെ റൂട്ടിൽ പരമാവധി എത്ര നിരക്കിൽ വരെ യാത്ര ചെയ്യാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാൻ വെബ്സൈറ്റിലൂടെ അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്ന 3 പേർക്ക് ഉദ്ഘാടന വിമാനത്തിൽ സൗജന്യ യാത്ര അനുവദിക്കും. 72 പേർക്ക് സഞ്ചരിക്കാവുന്ന 5 വിമാനങ്ങളാണ് പാട്ടത്തിനെടുക്കുന്നത്. വിമാനങ്ങൾ പരിശോധിച്ച് പറക്കാൻ അനുമതിക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. എയർ കേരളയിൽ നിരവധി പേർ മുതൽ മുടക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യത്തിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 200 നിയമനങ്ങളാണ് എയർ കേരളയിൽ നടത്തിയിട്ടുള്ളത്. താമസിയാതെ 550 നിയമനങ്ങൾ കൂടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ 2030 ആകുമ്പോഴത്തേക്ക് 30 വിമാന കമ്പനികളെങ്കിലും ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അതിപ്പം ഇതിൽ പാസഞ്ചേഴ്സ് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു എയർലൈൻ കമ്പനി എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി വരും കാലഘട്ടത്തിൽ എയർലൈൻ കമ്പനികൾ അത്യാവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പം പറയുമ്പോൾ അത്യാവശ്യമല്ല, ആഡംബരം, ഇത് ആഡംബരമല്ല, ഇത് അത്യാവശ്യമായ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് എയർലൈൻ കമ്പനീസ്. കാരണം ഇവിടുത്തെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കേരളത്തിൽ മാത്രം ഇപ്പം ഏകദേശം 22 ലക്ഷത്തോളം ഡൊമസ്റ്റിക് വർക്കേഴ്സ് വന്നു. അവർ ആദ്യകാലത്ത് വന്നിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്ത രീതിയും ഇന്ന് അവരുടെ യാത്രാ രീതി എയർലൈൻസിലേക്ക് മാറി. അവർ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊക്കെ ഈവൻ ട്രാവലേഴ്സ് കൂടിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോരോ വർഷത്തെ DGCയുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും ഓരോരോ വർഷം 25-35% ഗ്രോത്താണ് ഡൊമസ്റ്റിക്കിൽ മാത്രം. ഇനി വരും കാലഘട്ടത്തിൽ അതും ഡബിൾ ആവും. കാരണം ഇന്ന് എല്ലാവർക്കും ടൈം ഈസ് മണി, ഇപ്പം ടൈം ഈസ് വാല്യൂ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് എത്തുക. ഇന്ന് ഒരു മലയാളി ഡൽഹിയിലേക്ക് പെട്ടെന്ന് ട്രെയിനിൽ പോകുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു 4 പേര് കൂടി ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവർ ചിന്തിക്കുന്ന ആ ടിക്കറ്റ് ഫെയർ, ടിക്കറ്റ് ഫെയർ എയർലൈൻസ് കിട്ടുമെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ പോയി വരുന്ന ദൂരത്ത് എന്തിനാണ് 4 ദിവസം 3 ദിവസം യാത്ര ചെയ്യുന്നതിന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നവർക്കൊക്കെ അവർ ഒരു എയർലൈൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ ഒരു കോൺസെപ്റ്റ് കൂടുതൽ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള 100% ഏറ്റവും കോമ്പറ്റീറ്റീവ് ഫെയറിൽ ഏറ്റവും സേഫായിട്ട് ഒരു പാസഞ്ചർ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ വില കുറച്ച് കൊടുക്കുമ്പോൾ സർവീസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? സോ ഈ നമ്മളൊക്കെ പ്ലെയിനിലൊക്കെ പോകുന്ന യാത്രക്കാരല്ലേ, ഈ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഹ്യൂമൻ ടച്ചല്ലേ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള സർവീസ് തുടങ്ങാം. അപ്പോൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫും ആണെങ്കിൽ ആ ട്രെയിനിങ് എന്ന് പറയുന്ന എലമെന്റിന് ഒരു വീഴ്ച ഉണ്ടാവില്ല. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അൾട്രാ ലോ കോസ്റ്റ് സിസ്റ്റത്തിലാണ്. അതായത് അൾട്രാ ലോ കോസ്റ്റ് എന്ന് പറയുന്നത് B2B ജനങ്ങൾ എവിടെ നിന്ന് എവിടത്തേക്ക് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സർവീസിൻ്റെ ചാർജ് മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ. അഡീഷണൽ സർവീസ് എന്തെങ്കിലും അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ അവർ ടവൽ തൊട്ട് അല്ലെങ്കിൽ ഫുഡ് തൊട്ട് സീറ്റ് തൊട്ട് വേറെ ഏതെങ്കിലും സീറ്റ് റിക്വയർമെൻറ്റ് അതിനൊക്കെ നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈവൻ ഏറ്റവും മിനിമം ട്രാവൽ ചെയ്യണമെങ്കിൽ മിനിമം ട്രാവലിൻ്റെ ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങൾ ട്രാവൽ. അതുകൊണ്ടാണ് അൾട്രാ ലോ കോസ്റ്റ് സിസ്റ്റം നമ്മൾ പറയുന്നത്. അവിടെ നിങ്ങൾ പറയുന്ന പോലെ ഈ ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈസ് കുറച്ചുകൂടെ കൂടെ സർവീസ് ബെറ്റർ ആവണം. കാരണം ബെറ്റർ നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് തന്നെ സർവീസാണ് ബെറ്റർ. നമ്മുടെ ക്വാളിറ്റിയിലെ സ്റ്റാഫ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഏകദേശം ഇവിടെ ഇരിക്കുന്ന എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫാണ്. കാരണം നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മുടെ കപ്പാസിറ്റിയും, കാരണം അതുപോലെ തന്നെ മുമ്പ് ഹരീഷ് കുട്ടിക്ക് വർക്ക് ചെയ്ത എയർലൈൻസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ടൈംലി ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ഒരു എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ ഫുൾ ടീം മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി സ്റ്റാഫ് ആയിരിക്കണം, ക്വാണ്ടിറ്റി സ്റ്റാഫ് ആവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫ് എല്ലാം ക്വാളിറ്റിയാണ്. കാരണം എക്സ്പേർട്ടാണ്. കാരണം അതുകൊണ്ട് തന്നെ എല്ലാം ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അവരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല സർവീസ് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ അൾട്രാ ലോ കോസ്റ്റ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്.